മൊണാലിസയെ കേരളത്തിലെത്തിച്ചിരിക്കുകയാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. കോഴിക്കോട് അരയിടത്ത് പാലത്ത് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിക്കാണ് മൊണാലിസ ആദ്യമായി കേരളത്തിലെത്തിയിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ വൈറൽ സുന്ദരിയെ കാണാൻ എത്തിയിരുന്നു. കേരളത്തിലേക്ക് മൊണാലിസയെ എത്തിക്കാൻ 15 ലക്ഷം രൂപയോളമാണ് ബോബി ചെമ്മണ്ണൂർ ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. പിങ്ക് നിറത്തിലുള്ള ലഹങ്ക ധരിച്ച് ബോബി ചെമ്മണ്ണൂരിനൊപ്പം മൊണാലിസ വേദിയിൽ നൃത്തം ചെയ്തു. കേരളത്തിലെത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് മൊണാലിസ പറഞ്ഞു. ആളുകൾ തന്നെ ആരാധിക്കുന്നത് പോലെ താൻ അവരുടെയും ഫാനാണെന്ന് മൊണാലിസ പറഞ്ഞു. മലയാളത്തിൽ സംസാരിച്ച് മൊണാലിസ കാണികളെ കയ്യിലെടുത്തു. എല്ലാവർക്കും സുഖമല്ലേ എന്നാണ് മൊണാലിസ മലയാളത്തിൽ ചോദിച്ചത്. എല്ലാവർക്കും പ്രണയദിനാശംസിക്കുന്നതായും മൊണാലിസ പറഞ്ഞു. മഹാകുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, ബാക്കി പഠിക്കാം. ഇവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ട്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മഹാകുംഭമേളക്ക് പോകാനിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ടിനെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നത്. കുംഭമേളയുടെ ഡയമണ്ട് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഡയമണ്ട് ആയിരിക്കുകയാണെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു. പരിപാടിക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഒരുമിച്ച് കുംഭമേളക്ക് പോകുന്നില്ലേ എന്ന് മൊണാലിസ ചോദിച്ചതായും ബോബി പറയുന്നു. തനിക്കൊപ്പം മൊണാലിസ കുംഭമേളക്ക് ഒരിക്കൽ കൂടി പോകുമെന്നും ബോബി ചെമ്മണ്ണൂർ വേദിയിൽ വെച്ച് വ്യക്തമാക്കി. പോയ പോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് അറിയില്ല, അത്രയും തിരക്കാണല്ലോ അവിടെയെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജയിലിൽ പോയി വന്നതിന് ശേഷമുള്ള തന്റെ ആദ്യത്തെ പരിപാടിയാണ് കോഴിക്കോട്. ജയിലിൽ പോയപ്പോഴും വന്നപ്പോഴും കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധമില്ല. ചിരിച്ചുകൊണ്ട് പോയി ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മൊണാലിസക്ക് ബോളിവുഡ് സിനിമയിൽ അവസരം നൽകിയ സംവിധായകൻ മനോജ് മിശ്രയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ബോബി ചെമ്മണ്ണൂർ താൻ കണ്ടവരിൽ വെച്ച് ഏറ്റവും വലിയ ഹീറോ ആണെന്നും സനോജ് മിശ്ര പറഞ്ഞു. മൊണാലിസ ഇന്ന് രാവിലെ 10:30 കോഴിക്കോട് എത്തുമെന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നതും. ഇന്ന് രാവിലെയോടെ സഹോദരനൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് വന്നത്. മൊണാലിസയുടെ ഗെറ്റപ്പ് തന്നെ അടിമുടി മാറിയിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ്, ബ്ലാക്ക് ജാക്കറ്റ് എന്നിങ്ങനെ അടിമുടി സ്റ്റൈലിഷ് ആയിട്ടാണ് മൊണാലിസ എയർപോർട്ടിൽ ഇറങ്ങിയത്. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത്. മൊണാലിസയുടെ ലുക്ക് മാറ്റം പലർക്കും ഇഷ്ടമായിട്ടുമില്ല. ആ കുട്ടിയുടെ സൗന്ദര്യം മൊത്തം കളഞ്ഞു. അന്ന് ആ വഴിയോരത്ത് കണ്ട തനി ഉത്തരേന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ത് ഭംഗിയായിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.